നമസ്കാരം. എല്ലാവർക്കും പുതുവത്സരാശംസകളൊപ്പം ഒരു പുതുവർഷ സമ്മാനവും. കേരള സർക്കാർ ഇത്തവണ മലയാളികൾക്ക് നൽകുന്ന പുതുവർഷ സമ്മാനം കെ-സ്മാർട്ടാണ്. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. കെ-സ്മാർട്ട് എന്നത് ഒരു ഏകീകൃത സോഫ്റ്റ്വെയറാണ്. ഇതിൻ്റെ പ്രത്യേകത കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും കെ-സ്മാർട്ടിലൂടെ ഇന്ന് വിരൽത്തുമ്പിൽ ലഭ്യമാകും. ഇനി ഓഫീസുകൾ കയറിയിറങ്ങേണ്ടതില്ല. ലോകത്തെവിടെയിരുന്നും കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ സേവനങ്ങൾ നിങ്ങൾക്ക് നേടാനാവും. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പരിശ്രമം ഉണ്ടാവുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒറ്റ ക്ലിക്കിൽ ലഭ്യമാവുന്ന സംവിധാനം യാഥാർത്ഥ്യമാവുന്നത്. ജനുവരി 1 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊച്ചിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന കെ-സ്മാർട്ടിൻ്റെ സേവനങ്ങൾ ആദ്യം ലഭിക്കുക 93 നഗരസഭകൾക്കാണ്. 57 മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനുകളും അടക്കം 93 നഗരസഭകളിലാണ് യാഥാർത്ഥ്യമാവുന്നത്. ഏപ്രിൽ 1 മുതൽ, ഈ വർഷം തന്നെ ഏപ്രിൽ 1 മുതൽ കേരളത്തിലെ 941 പഞ്ചായത്തിലും ഈ സേവനം ലഭ്യമാവും. അതോടുകൂടി ഏപ്രിൽ 1 നഗരഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാവുകയാണ്. എന്തെല്ലാമാണ് കെ-സ്മാർട്ടിൻ്റെ പ്രത്യേകതകൾ? ഈ കെ-സ്മാർട്ടിൽ 35 മൊഡ്യൂളുകളാണ് ഉള്ളത്. അതിൽ പൊതുജന സേവനവുമായി ബന്ധപ്പെട്ട എല്ലാം ജനുവരി 1 നിലവിൽ വരും. ഉദാഹരണത്തിന് ജനന, മരണ, വിവാഹ രജിസ്ട്രേഷനുകൾ, അതുപോലെ ബിൽഡിംഗ് പെർമിറ്റുകൾ, വ്യാപാര വ്യവസായ ലൈസൻസുകൾ, ഇതെല്ലാം ഇനി വിരൽത്തുമ്പിലാണ് ലഭ്യമാവുന്നത്. സിവിൽ രജിസ്ട്രേഷനുകളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാം. എന്ന് മാത്രമല്ല, വാട്സാപ്പിലും ലഭിക്കും. ജനനം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജനന സർട്ടിഫിക്കറ്റിന് കയറിയിറങ്ങേണ്ട ആവശ്യമില്ല. വാട്സാപ്പിൽ നിമിഷങ്ങൾക്കുള്ളിൽ അത് ലഭ്യമാവും. അതുപോലെ തന്നെ വിവാഹം രജിസ്ട്രേഷൻ പലരെയും, പ്രത്യേകിച്ച് പ്രവാസികളെ എല്ലാം പലപ്പോഴും ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യമാണ്. നേരിട്ട് ഓഫീസിൽ വരണം എന്നതാണ് പ്രയാസത്തിൻ്റെ കാരണം. കെ-സ്മാർട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് വീഡിയോ eKYC. അതിൻ്റെ പ്രത്യേകത, ഒരു വീഡിയോ കോൾ വഴി വരനും വധുവിനും എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നു കൊണ്ട് എല്ലാ രേഖകളും സമർപ്പിച്ച ശേഷം വിവാഹ രജിസ്ട്രേഷൻ നടത്താം. വിവാഹ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ ലഭിക്കും. ഇത് പൊതുജന സേവന രംഗത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സർവീസ് ഡെലിവറിയുടെ കാര്യത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമുണ്ടാക്കുന്ന ഒന്നാണ്. അതുപോലെ GIS സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്ലോട്ടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കുന്നത് വഴി വളരെ പെട്ടെന്ന് കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ലഭ്യമാവും. നേരത്തെ തന്നെ സർക്കാർ 300 സ്ക്വയർ മീറ്റർ, ഏതാണ്ട് 3100 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ലോറസ് കെട്ടിടങ്ങളുടെ നേരിട്ടുള്ള ഫീൽഡ് പരിശോധന ഒഴിവാക്കിയിരുന്നു. സ്വയം സാക്ഷ്യപ്പെടുത്തലിൻ്റെ, സെൽഫ് സർട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചാൽ ഓൺലൈനായി തന്നെ പെർമിറ്റ് കിട്ടുമായിരുന്നു. ഇനി ആ പെർമിറ്റ് 30 സെക്കൻഡിനകം ലഭിക്കും. അപേക്ഷ ചട്ടപ്രകാരമായിരിക്കണമെന്ന് മാത്രം. അപേക്ഷ ചട്ടപ്രകാരമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമർപ്പിക്കാനാവുകയുള്ളൂ, ഓൺലൈനായി സമർപ്പിക്കാനാവുകയുള്ളൂ. ചട്ടപ്രകാരമാണോ എന്ന് പരിശോധിക്കുന്നത് സോഫ്റ്റ്വെയർ തന്നെയാണ്. മാനുഷിക ഇടപെടലില്ല. നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ തന്നെ വെരിഫൈ ചെയ്യും ഇത് ചട്ടപ്രകാരമാണോ എന്ന്. ചട്ടപ്രകാരമാണെങ്കിൽ അത് സ്വീകരിക്കും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. അതിൻ്റെ കാരണവും നിങ്ങൾക്ക് മെസ്സേജായി ലഭിക്കും. ഇന്ന കാരണം കൊണ്ട്, ഇന്ന അപാകം കൊണ്ട് രജിസ്റ്റർ ചെയ്ത് നിരസിച്ചിരിക്കുന്നു എന്നത്. അപ്പോൾ അത് തിരുത്തി വീണ്ടും ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാം. ചട്ടപ്രകാരം വിജയകരമായി അപേക്ഷ സമർപ്പിച്ചാൽ 30 സെക്കൻഡിനകം
ബിൽഡിംഗ് പെർമിറ്റ് 300 സ്ക്വയർ മീറ്റർ വരെയുള്ള ഏതാണ്ട് 3100 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങളുടെ പെർമിറ്റ് അപ്പോൾ തന്നെ കിട്ടും. അതിന് മുകളിലുള്ള വലിയ കെട്ടിടങ്ങളുടെ പെർമിറ്റും നിങ്ങൾക്ക് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാം. അതിന് പക്ഷേ ഫീൽഡ് പരിശോധന വരും. പക്ഷേ കെ സ്മാർട്ടിൻ്റെ പ്രത്യേകത ഫീൽഡ് പരിശോധനയുടെ തട്ട് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ കോർപ്പറേഷനിൽ 6 തട്ടും മുനിസിപ്പാലിറ്റികളിൽ 5 തട്ടുമായിരുന്നു പരിശോധനയെങ്കിൽ അത് ഈ വലിയ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ 3 തട്ടായി കുറയും. 15 ദിവസത്തിനുള്ളിൽ പെർമിറ്റ് ലഭിക്കും. ഓർക്കുക, 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങൾക്ക് 30 സെക്കൻഡിൽ പെർമിറ്റ് ലഭിക്കും. കെ സ്മാർട്ടിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത നോ യുവർ ലാൻഡ് എന്ന ഫീച്ചറാണ്. നോ യുവർ ലാൻഡ് എന്ന ഫീച്ചറിലൂടെ നിങ്ങൾ ഒരു സ്ഥലത്ത് ഏതെല്ലാം തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പറ്റും, നിർമ്മാണ പ്രവൃത്തികൾ സാധ്യമാവും എന്ന് മുൻകൂട്ടി അറിയാനാവും. അത് സ്കാൻ ചെയ്ത് മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതെല്ലാം തരത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാം, അത് പരിസ്ഥിതി ലോല പ്രദേശത്ത് വരുമോ, എയർപോർട്ട് സോണിലാണോ വരുന്നത്, അതോ റെയിൽവേ സോണിൽ വരുമോ, തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം നിയന്ത്രണങ്ങൾ അവിടെ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് മുൻകൂട്ടി അറിയാൻ പറ്റും. ഇപ്പോൾ ഇതറിയാത്തത് കൊണ്ടുണ്ടാകാവുന്ന അബദ്ധങ്ങൾ നമുക്ക് ഒഴിവാക്കാനാവും. അതുപോലെ എത്ര ഉയരത്തിൽ കെട്ടിടം നിർമ്മിക്കാം, സെറ്റ് ബാക്ക് എത്ര മീറ്ററാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും മുൻകൂട്ടി അറിയാം. അതുകൊണ്ട് ചട്ടലംഘനങ്ങൾ ബോധപൂർവമല്ലാതെ തന്നെ പലപ്പോഴും ചട്ടലംഘനങ്ങൾ ഉണ്ടാകും. കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന ചട്ടലംഘനങ്ങൾ പിന്നെ വർഷങ്ങൾ അത് പരിഹരിക്കാനായിട്ട് നടക്കുന്ന സ്ഥിതിയെല്ലാം നമ്മൾ കാണാറുണ്ട്. പിന്നെ ചട്ടലംഘനങ്ങൾക്കുള്ള സാധ്യത തന്നെ തീരെ ഇല്ലാതാവുന്നു. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അത് കെ സ്മാർട്ടിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ സേവനങ്ങൾ അനായാസമാക്കുന്ന ഒരു സംവിധാനമാണ് കെ സ്മാർട്ട് എന്നത്. ഇതിൻ്റെ പ്രത്യേകത ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്തു, സേവനം വൈകുന്നു എന്ന പതിവ് പരാതിക്ക് അവസാനമാകുന്നു എന്നതാണ്. ഇനി നിങ്ങൾ നേരിട്ട് കയറി ഇറങ്ങേണ്ടതില്ല, ആരുടെയും മുന്നിൽ പോയി നിൽക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ സേവനത്തിൻ്റെ ഗുണമേന്മ കൂടുന്നു, വേഗത കൂടുന്നു, കൂടുതൽ സുതാര്യമാവുന്നു, അഴിമതി സാധ്യത തീരെ ഇല്ലാതാവുന്നു. ഇത് കെ സ്മാർട്ടിനെ ജനപ്രിയമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംവിധാനം എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അത്തരമൊരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായതുകൊണ്ട് തന്നെ ഇതിനകം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഈ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ഒപ്പം മൊബൈൽ ആപ്ലിക്കേഷനും വികസിപ്പിച്ചെടുത്തത് IKM ആണ്, ഇൻഫർമേഷൻ കേരള മിഷനാണ്. നേരത്തെ കേരളത്തിലെ സർക്കാർ സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനികൾ പലരും ശ്രമം നടത്തി ഇടയ്ക്ക് ഉപേക്ഷിച്ച് പോയിട്ടുള്ളതാണ് എന്ന് നാം ഓർക്കണം. അത്തരമൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് IKM ഇത്രമാത്രം മികവുറ്റ ഒരു സംവിധാനം വികസിപ്പിച്ചെടുത്തതിൻ്റെ പ്രാധാന്യം നാം കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിന് ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളും ഇപ്പോൾ കേരളത്തിൻ്റെ കെ സ്മാർട്ട് തങ്ങളുടെ പ്രദേശങ്ങളിൽ നടപ്പിലാക്കാൻ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനു പുറമെ കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പാർട്ണറായി IKM-നെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് IKM-നുള്ള ഒരു IKM-ൻ്റെ മികവിനുള്ളൊരു ദേശീയ അംഗീകാരമാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ അർബൻ ഗവേണൻസ് പ്ലാറ്റ്ഫോം വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കുന്നതിനുള്ള നിർവഹണ പങ്കാളിയായി കേരളത്തിൻ്റെ സ്ഥാപനം IKM-നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സ് എംപാനൽ ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെ എംപാനൽ ചെയ്യപ്പെട്ട ഏക സർക്കാർ ഏജൻസി IKM ആണ് എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന കാര്യമാണ്. ഇങ്ങനൊരു പുതിയ സംവിധാനത്തിലേക്ക് നാം ജനുവരി 1 മുതൽ മാറുമ്പോൾ അത് അടിമുടി മാറ്റമാണ്.
ഒറ്റയടിക്ക് നാം പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറുകയാണ്. പല അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഒറ്റയടിക്ക് പൂർണ്ണമായും മാറണോ, കുറച്ചു കാലം കൂടി മാനുവലും ഓൺലൈനും രണ്ടും നമുക്ക് അനുവദിച്ചുകൂടെ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു. എന്നാൽ അത് വേണ്ട എന്നാണ് സർക്കാർ നിശ്ചയിച്ചത്. പക്ഷെ അതേസമയം ഒറ്റയടിക്കുണ്ടാകുന്ന ഈ മാറ്റം സുഗമമാക്കുന്നതിന് നല്ല മുന്നൊരുക്കങ്ങൾ സർക്കാരും IKM എല്ലാം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ മുനിസിപ്പൽ സെക്രട്ടറിമാർക്ക് പ്രത്യേക പരിശീലനം കൊടുത്തു, ജീവനക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൊടുത്തിട്ടുണ്ട്, ചെയർപേഴ്സൺമാർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായ പരിശീലന പരിപാടികൾ നടത്തിയിട്ടുണ്ട്. എല്ലാ നഗരസഭകളിലും ആവശ്യത്തിന് കമ്പ്യൂട്ടറുകൾ വിന്യസിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റമുണ്ടാകുമ്പോൾ ഈ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക്, ഡിജിറ്റൽ വൈദഗ്ധ്യം കുറഞ്ഞ ആളുകൾക്ക് അവരെ സഹായിക്കാനായി എല്ലാ നഗരസഭകളിലും ഹെൽപ്പ് ഡെസ്ക് IKM എന്നുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ളവർ നടത്തുന്ന ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും. അതിനു പുറമെ ജീവനക്കാരെ സഹായിക്കാൻ ഒരു ബാക്ക് ഓഫീസ് സംവിധാനവും ഏർപ്പെടുത്തും. IKM നിന്നുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ളവർ ജീവനക്കാരെയും സഹായിക്കും. ഒരേ സമയം ജനങ്ങൾക്ക് ഈ ഓൺലൈൻ സേവനം നേടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സഹായമായി ഫ്രണ്ട് ഓഫീസിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കും. ജീവനക്കാർക്ക് ഈ മാറ്റം സുഗമമാക്കുന്നതിന് സഹായം നൽകുന്നതിന് IKM തന്നെയുള്ള ഉദ്യോഗസ്ഥരെ, ജീവനക്കാരെ വിന്യസിക്കുകയും ചെയ്യും, നഗരസഭാ ജീവനക്കാരെ സഹായിക്കാൻ. അത് താൽക്കാലികമായിരിക്കും. ഇത് സുഗമമായി മാറുന്നതോടുകൂടി അവരെല്ലാം ഇങ്ങനെ വിന്യസിക്കുന്നവരെ പിൻവലിക്കുകയും ചെയ്യും. കാരണം നമ്മൾ നേരത്തെ പഞ്ചായത്തുകളിൽ ILGMS സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഞ്ചായത്തുകളിൽ ഇങ്ങനൊരു അനുഭവമുണ്ട്, ഓൺലൈൻ സേവനത്തിൻ്റെ ഒരു അനുഭവമുണ്ട്. പക്ഷേ കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിലോ കോർപ്പറേഷനുകളിലോ ഇതുവരെ അത്തരമൊരു അനുഭവമില്ല. അതുകൊണ്ടാണ് ഈ പിന്തുണാ സംവിധാനങ്ങൾ ഉറപ്പാക്കിയിട്ടുള്ളത്. ഇതിനെല്ലാം പുറമെ IKM ഹെഡ്ക്വാർട്ടേഴ്സിലും ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ വിന്യസിച്ചിട്ടുണ്ട്. കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അപ്പോൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഉള്ള ഒരു മാറ്റം പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ സുഗമമായി അനായാസമായിട്ട് നടപ്പിലാക്കാൻ, ഈ ട്രാൻസിഷൻ അനായാസമായിട്ട് നടപ്പാക്കാൻ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു മാറ്റമായിരിക്കും K-സ്മാർട്ടിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഈ മാറ്റം ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എക്കാലത്തെയും പരാതികൾക്ക് പരിഹാരമാവുകയാണ് ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്തു എന്ന പരാതിക്ക്. ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനം നിങ്ങളുടെ വീട്ടുപടിക്കലല്ല, വിരൽത്തുമ്പിലെത്തുകയാണ്.